നമ്മൾ ഫോർത്ത് ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാകൃതി സമവാക്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമാന്തര ശ്രേണിയും രണ്ടാകൃതി സമവാക്യവും കൂടെ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. AP-യും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഈ ചാപ്റ്ററിനുള്ള പ്രത്യേകത, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈമിൻ്റെ പ്രശ്നം വരാൻ മെയിനായിട്ട് കാരണമാവുന്നൊരു ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അതിന് മെയിനായിട്ട് കാരണമാവുന്നൊരു കാര്യം നമുക്കറിയാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഇക്വേഷൻ ഉണ്ട്. -b പ്ലസ് ഓർ മൈനസ് √b² - 4ac ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ നിങ്ങൾക്ക് ഈ റൂട്ടിൻ്റെ ഉള്ളിലൊരു വാല്യൂ കിട്ടും. റൂട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 2116 അല്ലെങ്കിൽ 1024 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടുന്ന സമയത്ത് ആ വാല്യൂവിൻ്റെ മുകളിൽ നിങ്ങൾ സ്റ്റെക്കായി പോകും. മിക്കവാറും ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ വാല്യൂസ് ആണ് വരിക. എന്നാലും ചില ക്വസ്റ്റ്യൻസിൽ വലിയ വാല്യൂസ് വരും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് മുന്നോട്ട് പോകുന്ന സമയത്ത് കട്ട് ചെയ്യാത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ വാല്യൂസ് വരും. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് സമയം പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ 5-ൽ തീരുന്ന നമ്പേഴ്സിൻ്റെ റൂട്ടിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, സ്ക്വയർ കാണുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. ഞാൻ ഡിസ്കസ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുകയാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റായിട്ടൊന്ന് ഓടിച്ചിട്ട് പോവാം. ഇപ്പോൾ 5-ൻ്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം 25 ആണ്. 15 ആവുന്ന സമയത്ത് അതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ 5 അല്ലാതെ ഇതിലുള്ള നമ്പർ 1 ആണ്. 5 അല്ലാതെയുള്ള നമ്പർ 1 ആണ്. 1 കഴിഞ്ഞാൽ അടുത്ത നാച്ചുറൽ നമ്പർ എത്രയാണ്? 2 ആണ്. 1 കഴിഞ്ഞാൽ അടുത്ത നാച്ചുറൽ നമ്പർ 2 ആണ്. അപ്പോൾ 1 × 2 1 × 2 എത്രയാണ്? 2. അതിൻ്റെ കൂടെ ഒരു 25 വരുന്നു, 225. ഓക്കെ, അടുത്ത നമ്പർ 25. 25-ൻ്റെ സ്ക്വയർ എത്രയാണ്? 5 അല്ലാത്ത നമ്പർ എത്രയാണ്? 2 ആണ്. 2 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ എത്രയായിരിക്കും? 2 × 3. 2 × 3 എത്രയാണ്? 6. 625. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 75-ൻ്റെ സ്ക്വയർ 75. 75-ൽ 5 അല്ലാത്ത ഇവിടെയുള്ള നമ്പർ 7 ആണ്. 7 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ 8 ആണ്. 7 × 8 56. 5625. 5625. ഈ പറഞ്ഞ കാര്യം ഓക്കെ ആണ് എന്ന് വിചാരിക്കുകയാണ്. തൽക്കാലം ഇത് അവിടെ നിൽക്കട്ടെ. $1024 1024 ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ്? നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ 1024 വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് നമ്പർ വന്നാലും 2 അക്കം പിന്നോട്ട് ഒരു കോമ ഇടുന്നു. 2 അക്കം പിന്നോട്ട് ഒരു കോമ ഇടുന്നു. അപ്പോൾ എത്ര കിട്ടി? 10 കിട്ടി. എത്രയാണ് കിട്ടിയത്? 10 കിട്ടി. 10-ന് മുൻപ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്ക്വയർ വരുന്ന, പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന, പൂർണ്ണവർഗമായിട്ട് വരുന്ന നമ്പർ ഏതാണ്? പൂർണ്ണവർഗമായിട്ട് വരുന്ന നമ്പർ ഏതൊക്കെയാണ്? 1-ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 1, 2-ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 4, 3-ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 9, 4-ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 16. അങ്ങനെയാണ് നമ്പർ വരുന്നത്. അപ്പോൾ 10-ന് മുമ്പ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന നമ്പർ എത്രയാണ്? 9 ആണ്. 9 ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ്? 9 3-യുടെ സ്ക്വയർ ആണ്. 9 3-ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഈ നമ്പർ 30 സംതിങ് ആണ്. ഈ നമ്പർ എത്രയാണ്? 30 സംതിങ് ആണ്. 30 ആണ്. 31 ആവാനുള്ള സാധ്യതയുണ്ടോ? നമുക്കറിയാം 1-ൻ്റെ സ്ക്വയർ എത്രയാണ്? 1-ൻ്റെ സ്ക്വയർ 1 ആണ്. അതുകൊണ്ട് 31-ൻ്റെ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 1-ലായിരിക്കും. 31-ൻ്റെ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 1-ലായിരിക്കും. 2-ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. 2-ൻ്റെ സ്ക്വയർ 4 ആണ്. അതുകൊണ്ട് 32-ൻ്റെ സ്ക്വയർ ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മളവിടെ വെക്കുന്നു. 33. 3-ൻ്റെ സ്ക്വയർ എത്രയാണ്? 3-ൻ്റെ സ്ക്വയർ 9 ആണ്. തീരില്ല, ഇവിടെ 4-ലാണ് തീരുന്നത്. 4-ൻ്റെ സ്ക്വയർ അതേപോലെ 16 ആണ്. 6-ലാണ് എൻഡ് ചെയ്യേണ്ടത്, ഇവിടെ 4-ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചാൻസ് ഉള്ള 2 നമ്പറാണ് 32 38. 32 38. 8-ൻ്റെ സ്ക്വയർ എത്രയാണ്? 64 ആണ്. അപ്പോൾ ഈ നമ്പർ either 32 or 38 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ അത്രയും സുഖമാണ്. 1024 കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 32 × 32 അല്ലെങ്കിൽ 38 × 38 ചെയ്താൽ മതി. കുറച്ചും കൂടെ ലോജിക്കലി നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 30-യുടെ സ്ക്വയർ 900 ആണ്. 30-ൻ്റെ സ്ക്വയർ 900 ആണ്. 38-ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 38-ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 40-ൻ്റെ സ്ക്വയറിൻ്റെ അടുത്തേക്ക് വരും. 40-ൻ്റെ സ്ക്വയർ എത്രയാണ്? 1600 ആണ്. അപ്പോൾ 900-ന് അടുത്ത് നിൽക്കുന്ന നമ്പറാണ് ഈ പറഞ്ഞ 1024. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി അത് 32 ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകൂടെ പറയാം ഞാൻ. 2601 2 അക്കം പിന്നോട്ടിട്ടു 26.
26 മുമ്പ് സ്ക്വയർ ആയിട്ട് കറക്റ്റ് വരുന്ന നമ്പർ എത്രയാണ്? 25 ആണ്. സ്ക്വയർ ആയിട്ട് വരുന്ന നമ്പർ 25 ആണ്. അത് എത്രയുടെ സ്ക്വയർ ആണ്? 5ന്റെ സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ നമ്പർ എൻഡ് ചെയ്യുന്ന എത്രയിലാണ്? 1. 1ൽ എൻഡ് ചെയ്യുന്ന ഏതൊക്കെ നമ്പർ ഉണ്ട് സ്ക്വയർ? 1ന്റെ സ്ക്വയർ 1 ആണ്, 9ന്റെ സ്ക്വയർ 81 ആണ്. അപ്പോൾ ഇത് either 51 or 59, 51 അല്ലെങ്കിൽ 59 ആയിരിക്കും. നിങ്ങൾക്കത് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത് 51 ആണെന്ന് മനസ്സിലാവണം. മനസ്സിലായാൽ 59 വെച്ച് ചെയ്തിട്ട് സമയം പോക്കണ്ട. 51 ആണെന്ന് മനസ്സിലാവാൻ എന്ത് ചെയ്താൽ മതി? 50ന്റെ സ്ക്വയർ എത്രയാണ്? 2500 ആണ്. 50ന്റെ സ്ക്വയർ 2500 ആണ്. 60ന്റെ സ്ക്വയർ 3600 ആണ്. 2500, 3600. നമുക്കിവിടെ വന്ന എത്രയാണ്? 2601. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എന്ത് മനസ്സിലാവും? അത് 2500ന്റെ അടുത്തുള്ള നമ്പറാണ്. ഓക്കെ, ഇതിപ്പോൾ 32, 38, 51, 59 ഒക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെയാണ് വേറെ നമ്പർ വരുന്നത് 3ൽ എൻഡ് ചെയ്യുന്ന നമ്പർ. ഇപ്പോൾ 33യുടെ സ്ക്വയർ ആയാലും 37ന്റെ സ്ക്വയർ ആയാലും അത് എൻഡ് ചെയ്യുക എങ്ങനെയായിരിക്കും? 3യുടെ സ്ക്വയറും 9ലാണ് എൻഡ് ചെയ്യുന്നത്, 7ന്റെ സ്ക്വയറും 9ലാണ് എൻഡ് ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു കൺഫ്യൂഷൻ വരാനുള്ളത് ഇപ്പോൾ ഇത് 2116 എത്രയുടെ സ്ക്വയറാണ്? 2 അക്കം നമ്മൾ പിന്നോട്ടിട്ടു, 21. 21ന് മുമ്പ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന നമ്പർ 16 ആണ്. അതുകൊണ്ട് നമ്മൾ എത്ര എഴുതി? 4 എഴുതി. 4. സോ ദിസ് നമ്പർ ഈസ് 40 സംതിങ്. ഈ നമ്പർ 40 സംതിങ് ആണ്. ആ സംതിങ് എത്രയാണ്? 46ൽ തീരുന്നത് കൊണ്ട് 44 ആവാം. കാരണം 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്. പിന്നെയോ 6ന്റെ സ്ക്വയർ എത്രയാണ്? 36 ആണ്. അതുകൊണ്ട് 44 ആവാം, 46 ആവാം. ഈ രണ്ടിൽ ഏത് നമ്പർ വേണമെങ്കിലും ആവാം. ഇവിടെയാണ് നമ്മൾ നേരത്തെ 5ൽ തീരുന്ന നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചതിന്റെ ഇമ്പോർട്ടൻസ്. 45ന്റെ സ്ക്വയർ എത്രയാണ്? 45ന്റെ സ്ക്വയർ എത്രയാണ്? 4 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 5 ആയിരുന്നു. 4 × 5 20. 20യുടെ കൂടെ 25, 2025. ഇത് നമുക്ക് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിലും വലിയ നമ്പർ ആണല്ലോ 2116. അപ്പോൾ അത് ഏത് സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും? 46ന്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ b² - 4ac എന്ന് പറഞ്ഞ റൂട്ടിനുള്ള വാല്യൂ എഴുതുമ്പോൾ ശ്രദ്ധിക്കാം. മൈനസ് വരുന്ന ചിഹ്നങ്ങളൊക്കെ ചിലപ്പോൾ b² - 4ac എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ ഇങ്ങനെ 6² - 4 × 3 × -2 എന്ന് വരുമ്പോൾ ഈ മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ കൺസിഡർ ചെയ്യാതിരിക്കും. അങ്ങനെ കൺസിഡർ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളുടെ ആൻസർ മൊത്തമായിട്ട് തെറ്റിലേക്ക് പോകും. കറക്റ്റായിട്ട് റൂട്ട് കിട്ടാത്തൊരു നമ്പർ നിങ്ങൾക്ക് വരും. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. ആ രീതിയിലുള്ള കൺസെപ്റ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ഈ 3 ദിവസം പഠിക്കുന്ന സമയത്ത് ഈ ചാപ്റ്റർ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് b² - 4ac എന്നുള്ളതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തെറ്റുന്നുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ട്, വർഗ്ഗമൂലം കാണാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ കാണാമെന്നുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് സ്ഥിരമായിട്ട് വരുന്ന, റെഗുലറായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ കുറച്ചൊരു ആപ്ലിക്കേഷൻ ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ. ഒരു സംഖ്യയുടെയും അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെയും തുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ശ്രദ്ധിക്കാം. സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 10/3. ഫൈൻഡ് ദ നമ്പർ. സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 10/3. ഫൈൻഡ് ദി നമ്പർ. ഇത് വളരെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൾമോസ്റ്റ് ഈ ചാപ്റ്റർ കവർ ചെയ്തവർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്നാലും ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത കുട്ടികളും ചിലപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടാവുമല്ലോ. അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. എക്സാമിന് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലായിട്ട് പറഞ്ഞ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ. ഒരു സംഖ്യയുടെയും അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെയും തുക 10/3 ആണ്. ലെറ്റ് ദി നമ്പർ ബി എക്സ്. നമ്പർ നമ്മൾ എക്സ് ആക്കി എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/x ആയിരിക്കും. അതിൻ്റെ റെസിപ്രോക്കൽ 1/x ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 1/x ഈക്വൽസ് 10/3. എക്സ് പ്ലസ് 1/x ഈക്വൽസ് 10/3. അഥവാ നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ x² + 1 ഡിവൈഡഡ് ബൈ x ഈക്വൽസ് 10/3. x² + 1 ഡിവൈഡഡ് ബൈ x ഈക്വൽസ് 10/3 എന്ന് കിട്ടും. ഇവിടെ വീണ്ടും നമുക്ക് ക്രോസ് ചെയ്യാം. 3 × x² + 1 ഈക്വൽസ് 10x. 3 × x² + 1 ഈക്വൽസ് 10x. അഥവാ 3x² + 3 ഈക്വൽസ് 10x. നമ്മളിത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് മാറ്റുവാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു? ax² + bx + c ഈക്വൽസ് 0. അഥവാ ഈ 10x നമ്മൾ എന്ത് ചെയ്യും? നേരെ ഇവിടേക്ക് കൊണ്ടുവരും. 3x² - 10x
പ്ലസ് 3 ഈക്വൽസ് 0. 3x സ്ക്വയർ മൈനസ് 10x പ്ലസ് 3 ഈക്വൽസ് 0. ഇവിടെ എയുടെ വാല്യൂ എത്രയാണ്? എ 3 ആണ്, ബി മൈനസ് 10 ആണ്, സി 3 ആണ്. ബാക്കി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാവുന്നതാണ്. ഇക്വേഷൻ എന്തായിരുന്നു? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. നമ്മൾ ആ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് മൈനസ് ഓഫ് മൈനസ് 10, ഇവിടെ സ്ഥിരമായിട്ട് തെറ്റ് വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. നിങ്ങളിവിടെ മൈനസ് 10 കൊടുക്കും. മൈനസ് ഓഫ് മൈനസ് 10 എന്ന് പറയുമ്പോൾ 10 ആണ്. 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് 10 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 3 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2a. എയുടെ വാല്യൂ എത്രയാണ്? എയുടെ വാല്യൂ ഇവിടെ 3 തന്നെയാണ്. അപ്പോൾ 2 ഇൻറ്റു 3 എന്ന് കിട്ടും. ഞാനിതൊന്ന് വായിച്ച് ബാക്കി ഇങ്ങോട്ടേക്ക് എഴുതുവാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബി സ്ക്വയർ മൈനസ് 4ac കിട്ടിയ വാല്യൂ നോക്കാം. 10ന്റെ സ്ക്വയർ 100 ആണ്, മൈനസ് 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 3 36. 100 മൈനസ് 36 എന്ന് പറഞ്ഞാൽ റൂട്ട് 64 വരും. റൂട്ട് 64 എന്ന് പറഞ്ഞാൽ എത്രയാണ്? റൂട്ട് 64 ഈക്വൽസ് 8. അപ്പോൾ നമുക്ക് ഈ ആൻസറിലേക്ക് കിടക്കാം. 10 പ്ലസ് ഓർ മൈനസ് 8 ഡിവൈഡഡ് ബൈ 6. രണ്ട് ആൻസർ ഉണ്ടാവും. 10 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18/6 അഥവാ 3 ഓർ 10 മൈനസ് 8 2/6 ഈക്വൽസ് 1/3. അപ്പോൾ നമുക്ക് രണ്ട് ആൻസേഴ്സ് കിട്ടി. 3യും 1/3. 3യുടെ റെസിപ്രോക്കലാണ് 1/3, 1/3യുടെ റെസിപ്രോക്കലാണ് 3. ഈ ക്വസ്റ്റ്യൻ പൊതുവെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ എഴുതുന്നത് മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac ചിഹ്നങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷുവറായിട്ടും ശരിയാക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ചെറിയൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. പ്രൂവ് ദാറ്റ് ദി സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 2. ഒരു സംഖ്യയുടെയും അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെയും തുക എല്ലായ്പ്പോഴും 2ഓ അതിലധികമോ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യും. നമ്മളിപ്പോൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഷോ ദാറ്റ് ദി സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എക്സ് പ്ലസ് 1/x ഈക്വൽസ് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈക്വൽസ് 2 എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്. അതിലും കുറച്ചുകൂടെ ബെറ്റർ ഈക്വൽസ് കെ എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്. ആ വാല്യൂ നമുക്ക് അറിയാത്തതുകൊണ്ട് ഈക്വൽസ് കെ എന്ന് കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽസ് കെ എന്നാവുന്നു. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽസ് കെ എക്സ്. എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽസ് കെ എക്സ്. അഥവാ കെ എക്സ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എക്സ് സ്ക്വയർ മൈനസ് കെ എക്സ് പ്ലസ് 1 ഈക്വൽസ് 0. എക്സ് സ്ക്വയർ മൈനസ് കെ എക്സ് പ്ലസ് 1 ഈക്വൽസ് 0. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര എക്സ് സ്ക്വയർ ആണ്? 1x സ്ക്വയർ ആണ്. അപ്പോൾ എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ മൈനസ് കെ ആണ്, സിയുടെ വാല്യൂ 1 ആണ്. സിയുടെ വാല്യൂ 1 ആണ്. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ ഒരു ആൻസർ വേണമെങ്കിൽ നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഏതെങ്കിലും ഒരു സംഖ്യ, ഇപ്പോൾ റൂട്ട് 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണ്. റൂട്ട് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 0 ആണ്. ഈ റൂട്ടിനുള്ളിൽ നമുക്ക് ഒരിക്കലും നെഗറ്റീവ് നമ്പർ കിട്ടില്ല. റൂട്ടിനുള്ളിൽ നമുക്ക് നെഗറ്റീവ് നമ്പർ കിട്ടില്ല എന്നല്ല, നിങ്ങൾ ഇനി അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചധികം സാധനങ്ങൾ പഠിക്കാനുണ്ട്. കോംപ്ലക്സ് നമ്പർ എന്നൊക്കെ പറഞ്ഞൊരു പോർഷൻ വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ റൂട്ടിനുള്ളിൽ കിട്ടുന്ന മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. റൂട്ടിനുള്ളിൽ കിട്ടുന്ന മിനിമം വാല്യൂ 0 ആയിരിക്കണം. അഥവാ റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് 0 ആയിരിക്കണം മിനിമം വാല്യൂ. റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac മിനിമം വാല്യൂ 0 ആയിരിക്കണം. ബി സ്ക്വയർ മൈനസ് 4ac 0 ആയാൽ ഇവിടെ നമുക്ക് ബി കിട്ടുന്നത് എന്താണ്? മൈനസ് കെ ആണ്. അത് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് കെ സ്ക്വയർ ആവും. കെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എയും സിയും നമുക്ക് 1 ആണ്. 1 ഇൻറ്റു 1 ഈക്വൽസ് 0, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് 0. അഥവാ കെ സ്ക്വയർ മൈനസ് 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് 0 കൊടുത്തു കഴിഞ്ഞാൽ
കെയുടെ വാല്യൂ അഥവാ കെ സ്ക്വയറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് 4 ആയിരിക്കും. കെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് 4 ആയിരിക്കും. കെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് 4 ആണെങ്കിൽ കെ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് 2 ആയിരിക്കും. കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് 2 ആയിരിക്കും. അപ്പോൾ ഒരു സംഖ്യയുടെയും അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെയും വില എല്ലായ്പ്പോഴും നമുക്ക് എന്താണ് കിട്ടുക? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് 2 ആണ് കിട്ടുക. ഇത് മോഡുലസ് വാല്യൂ ആണെങ്കിൽ അതേപോലെ തന്നെയാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരേ രീതിയിൽ എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ എന്നുള്ള രീതിയിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ സമവാക്യം അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ കുറച്ച് വേർഡ് പ്രോബ്ലംസ് ഉണ്ടാവും. കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ കൂടിയ രീതിയിൽ ഫീൽ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ ഒരു ട്രാവൽ ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിൽ ട്രാവൽ ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ വർക്ക് ബുക്കുകളിലൊക്കെ ഒരുപാട് കണ്ട ക്വസ്റ്റ്യനാണ്. ഒരുവിധം ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്ന് പറയാം. ഒരാൾ 300 കിലോമീറ്റർ ട്രാവൽ ചെയ്താണ്, ഒരാൾ 300 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ട്രാവൽ ചെയ്ത് അവിടെ എത്തുന്ന സമയത്ത് അയാൾ പറയുകയാണ്, എൻ്റെ ട്രാവൽ ചെയ്ത വേഗത 10 കിലോമീറ്റർ കൂടെ വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ 1 അവർ നേരത്തെ എത്തുമായിരുന്നു. ഒരാൾ 300 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് അവിടെ എത്തുമ്പോൾ അയാൾ പറയുകയാണ്, അയാളുടെ സ്പീഡ് 10 കിലോമീറ്റർ പെർ ഹവർ കൂടെ ഇൻക്രീസ് ചെയ്തിരുന്നെങ്കിൽ അയാൾ 1 അവർ ഏർലി അവിടെ എത്തുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ ട്രാവൽ ചെയ്ത സ്പീഡ് എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കാം. അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 300 കിലോമീറ്റേഴ്സ് ആണ്. അയാളുടെ സ്പീഡ് തൽക്കാലം നമുക്ക് എക്സ് ആക്കി എടുക്കാം. അയാൾ ട്രാവൽ ചെയ്ത സ്പീഡ് നമുക്ക് എക്സ് ആക്കി എടുക്കാം. രണ്ടാമത് അയാൾ 10 കിലോമീറ്റർ കൂടെ അയാളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്തിരുന്നെങ്കിൽ അയാളുടെ സ്പീഡ് എത്രയാവുമായിരുന്നു? എക്സ് പ്ലസ് 10 ആവുമായിരുന്നു. 10 കിലോമീറ്റർ കൂടെ അയാളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്തിരുന്നെങ്കിൽ അയാളുടെ സ്പീഡ് എക്സ് പ്ലസ് 10 ആവുമായിരുന്നു. നമുക്കറിയാം, ഫിസിക്സിൽ പഠിച്ചതാണ്. ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ നമുക്ക് ആദ്യം അയാൾ ട്രാവൽ ചെയ്ത ടൈം എന്ന് പറയുന്നത് 300 ഡിവൈഡഡ് ബൈ എക്സ് ആയിരിക്കും. ആദ്യം അയാൾ ട്രാവൽ ചെയ്ത ടൈം 300 ഡിവൈഡഡ് ബൈ എക്സ് ആയിരിക്കും. അയാൾ രണ്ടാമത് ട്രാവൽ ചെയ്ത ടൈം ഞാൻ T2 എന്ന് എടുക്കുവാണ്, ആദ്യത്തത് T1 എന്ന് എടുക്കുന്നു. രണ്ടാമത് അയാൾ ട്രാവൽ ചെയ്ത ടൈമിനുള്ള പ്രത്യേകത എന്താണ്? അത് 300 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 10 ആയിരിക്കും. 300 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 10 ആയിരിക്കും. ഈ 2 ടൈം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇത് തമ്മിലൊരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ട്രാവൽ ചെയ്തപ്പോൾ അയാൾ എടുത്ത സമയം എത്രയാണോ അതിനേക്കാൾ 1 അവർ കുറവാണ് രണ്ടാമത് ട്രാവൽ ചെയ്തപ്പോൾ അയാൾ എടുത്തിരിക്കുന്ന സമയം. ആദ്യം അയാൾ ട്രാവൽ ചെയ്തിരിക്കുമ്പോൾ എടുത്ത സമയം എത്രയാണോ അതിനേക്കാൾ 1 അവർ കുറവാണ് രണ്ടാമത് ട്രാവൽ ചെയ്യുമ്പോൾ അയാൾ എടുക്കുന്ന സമയം. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ ഒരു 10 ആണെന്ന് വിചാരിക്കാം. ഇത് എത്രയായിരിക്കും? 9 ആയിരിക്കും. ഇൻ കേസ് ഇതൊരു 20 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 19 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? T1 മൈനസ് T2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 ആയിരിക്കും. കാരണം ഇതിനേക്കാൾ 1 അവർ കുറവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്. ഇത് 10 അവർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 1 അവർ ഏർലിയാണ് എത്തുന്നതെന്നാണ് പറഞ്ഞത്. ഇത് 10 അവേഴ്സ് ആണെങ്കിൽ ഇത് 9 അവേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 300 ബൈ എക്സ് മൈനസ് 300 ബൈ എക്സ് പ്ലസ് 10 ഈക്വൽസ് 1. 300 ബൈ എക്സ് മൈനസ് 300 ബൈ എക്സ് പ്ലസ് 10 ഈക്വൽസ് 1 എന്ന് എഴുതാം. ഇനി ഇവിടെ എന്താ ചെയ്യുക? നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 300 ഇൻറ്റു എക്സ് പ്ലസ് 10 മൈനസ് 300x ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10 ഈക്വൽസ് 1. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10 ഈക്വൽസ് 1. ഇതൊന്നും കൂടെ നമ്മൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് എഴുതാണ്. 300 ഇൻറ്റു എക്സ് 300x, 300 ഇൻറ്റു 10 3000 മൈനസ് 300x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 10x ഈക്വൽസ് 1 എന്ന് കിട്ടും. 300x പ്ലസ് 3000 മൈനസ് 300x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 10x ഈക്വൽസ് 1. ഈ 300x ഉം 300x ഉം എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് 3000 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 10x ഈക്വൽസ് 1 എന്ന് കിട്ടും. ഇവിടെ വീണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രോസ് ആയിട്ട് ഈക്വൽ ചെയ്യുക. 1 എന്ന് പറഞ്ഞാൽ 1/1 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 10x ഈക്വൽസ് 3000 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 10x ഈക്വൽസ്
3000. Minus b plus or minus root b square minus 4ac divided by 2a. Minus b plus or minus root b square minus 4ac divided by 2a. ആ രീതിയിലല്ലാതെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. സിമ്പിളായിട്ട് നമുക്കൊരു എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഉണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ആണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ 6 ആവുമ്പോൾ 6ന്റെ ഹാഫ് എത്രയാണ്? 3. 3യുടെ സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ വരുന്നത് 9. ഇതിപ്പോൾ ഒരു എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 8ന്റെ ഹാഫ് 4 ആണ്. 4ന്റെ സ്ക്വയർ 16. അങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 10x, എക്സ് സ്ക്വയർ പ്ലസ് 10x ഉണ്ട്. നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിലേക്ക് പോകുമ്പോൾ ഇതിനെ എക്സ് പ്ലസ് ഒരു നമ്പറിന്റെ സ്ക്വയർ എന്ന രീതിയിൽ എഴുതണം. അപ്പോൾ എക്സ് പ്ലസ് 10x ആണ്. അപ്പോൾ ഇവിടെ 10x ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ നമ്പർ എന്ന് പറഞ്ഞാൽ 10ന്റെ ഹാഫാണ്. 10ന്റെ ഹാഫാണ്. അപ്പോൾ അതിന്റെ സ്ക്വയർ നമ്മൾ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യുന്നു. എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 5 സ്ക്വയർ ഈക്വൽസ് 3000 പ്ലസ് തൽക്കാലം ഞാൻ 5 സ്ക്വയറിന്റെ വാല്യൂ ആണ് ഇവിടെ എഴുതിയത് 25. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായി? എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ആയി. ഈ ഇക്വേഷൻ എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ആയി ഈക്വൽസ് 3025. എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽസ് 3025. ഞാൻ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽസ് 3025 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 5 എത്രയായിരിക്കും? റൂട്ട് 3025. 3025 3025. 3025ന്റെ റൂട്ട് കാണാൻ എന്താ ചെയ്യുക? രണ്ടക്കം നമ്മൾ പിന്നോട്ടിട്ടു. 30. 30യുടെ മുമ്പ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന നമ്പർ എത്രയായിരുന്നു? 25 ആണ്. 30യുടെ മുമ്പ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന നമ്പർ 25 ആണ്. 25 5ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ 55 ആണ്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ ജസ്റ്റ് ചെയ്ത് നോക്കാം. 55 × 55 3025 ആണോ എന്നൊന്ന് ചെയ്ത് കൺഫേം ആക്കാം നിങ്ങൾക്ക്. അപ്പോൾ എക്സ് പ്ലസ് 5 ഈക്വൽസ് എത്ര കിട്ടും? 55. എക്സ് പ്ലസ് 5 55 ആണ്. അപ്പോൾ എക്സ് എത്രയായിരിക്കും? 55 മൈനസ് 5 50. അപ്പോൾ അയാൾ ട്രാവൽ ചെയ്ത സ്പീഡ് 50 കിലോമീറ്റർ പെർ ഹവർ ആണ്. അയാൾ ട്രാവൽ ചെയ്ത സ്പീഡ് 50 കിലോമീറ്റർ പെർ ഹവർ ആണ്. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്നും കൂടെ നിങ്ങൾ നോക്കാം. എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ റൂട്ട് 3025 എന്ന് പറഞ്ഞാൽ 55 വരാം, മൈനസ് 55 വരാം. നമുക്ക് സ്പീഡിൻ്റെ കാര്യമായതുകൊണ്ട് എന്തായാലും സ്പീഡ് നമ്മൾ മൈനസ് വെച്ച് പറയില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? പ്ലസ് വാല്യൂ എടുത്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞ പൈപ്പ് ക്വസ്റ്റ്യൻ. ആ പൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഈ പറയുന്ന പോലെ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഒരു ടാങ്ക്, ആ ഒരു ടാങ്കിലേക്ക് 2 പൈപ്പ് കണക്ട് ചെയ്തിരിക്കുന്നു. 2 പൈപ്പും മേ ബി ടാങ്ക് ഫില്ല് ചെയ്യാനുള്ളതായിരിക്കാം. അതല്ലെങ്കിൽ ഒരു പൈപ്പ് ടാങ്ക് ഫില്ല് ചെയ്യാനും ഒരു പൈപ്പ് ടാങ്ക് എംപ്റ്റി ചെയ്യാനും വേണ്ടിയുള്ളതായിരിക്കാം. ഈ 2 പൈപ്പും കൂടെ ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഇത്ര സമയം കൊണ്ട് ടാങ്ക് ഫില്ലാവും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. 2 പൈപ്പും കൂടെ ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഒരു നിശ്ചിത സമയം കൊണ്ട് ടാങ്ക് ഫുള്ളാവും. അങ്ങനെയാണെങ്കിൽ ഓരോ പൈപ്പും സെപ്പറേറ്റ് ആയി ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ടാണ് ടാങ്ക് ഫില്ലാവുന്നത്, അതല്ലെങ്കിൽ എത്ര ടൈം കൊണ്ടാണ് ഫില്ലായ ടാങ്ക് എംപ്റ്റി ആവുന്നത്? ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു ടാങ്കിൽ 2 പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. 1 is ഫോർ ഫില്ലിംഗ് ആണ്, 1 is ഫോർ ഡ്രെയിനിങ് ആണ്. ഒന്ന് അതിലുള്ള വെള്ളം പുറത്ത് പോകാൻ വേണ്ടിയിട്ടും ഒന്ന് വെള്ളം അതിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ്. ഈ 2 പൈപ്പുകൾ കൂടെ ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് വെച്ചാൽ 56 മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് ഫില്ലാവുന്നത്. 56 മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് ഫില്ലാവുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വേറൊരു ക്ലൂ, ടാങ്ക് ഫില്ലാവാൻ എടുക്കുന്ന സമയത്തേക്കാൾ 1 മിനിറ്റ് അധികമാണ് ടാങ്കിലെ വെള്ളം എംപ്റ്റി ചെയ്യാൻ എടുക്കുന്ന സമയം. ടാങ്ക് ഫില്ലാവാൻ എടുക്കുന്ന സമയത്തേക്കാൾ 1 മിനിറ്റ് അധികമാണ് ടാങ്കിലെ വെള്ളം എംപ്റ്റി ചെയ്യാൻ എടുക്കുന്ന സമയം. ഓക്കെ, ആദ്യത്തെ പൈപ്പ് മാത്രം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണോ അതിനേക്കാൾ 1 മിനിറ്റ് കൂടുതലാണ് രണ്ടാമത്തെ പൈപ്പ് മാത്രം ഓപ്പൺ ആക്കി വെച്ചാൽ ഫുള്ളായ ടാങ്ക് എംപ്റ്റി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം. ഓക്കെ, നിങ്ങളുടെ ആലോചിക്കേണ്ട ഒരു കൺസെപ്റ്റ്, ഇപ്പോൾ നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഭക്ഷണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബിരിയാണി കഴിക്കുന്നു. ആ ബിരിയാണി കഴിക്കാൻ വേണ്ടി നിങ്ങൾ ആകെ വെറും 2 മിനിറ്റ് എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. 2 മിനിറ്റ് കൊണ്ട് എന്തായാലും കഴിച്ചു തീരില്ല, എന്നാലും 2 മിനിറ്റ് എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എത്ര ബിരിയാണി കഴിക്കും?
ആ ബിരിയാണിയുടെ 1/2 പോർഷൻസ് കഴിക്കും. ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് നിങ്ങളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എത്ര വർക്ക് ചെയ്യും? 1/5 വർക്ക് ചെയ്യും. 1 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ഒരു വർക്കാണ് ചെയ്യുന്നതെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എത്ര വർക്കാണ് ചെയ്യുന്നത്? 1/5 വർക്കാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ഈ കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കാം. ടൈം ഫോർ ഫില്ലിംഗ് ഫില്ലാവാൻ വേണ്ടി എടുക്കുന്ന സമയം എക്സ് ആണ്. ഫില്ലാവാൻ വേണ്ടി എടുക്കുന്ന സമയം എക്സ് ആണ്. ടൈം ഫോർ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എം ടി ആക്കാൻ വേണ്ടിയിട്ട്, അതിലുള്ള വെള്ളം ഒഴിവാക്കാൻ വേണ്ടി എടുക്കുന്ന സമയം ഇതിനേക്കാൾ 1 അധികമാണെന്നാണ് പറഞ്ഞത്. x+1. എത്രയാണ്? x+1. ടോട്ടൽ എത്ര സമയം കൊണ്ടാണ് ഇതിൽ നിറയുന്നത്? 56 മിനിറ്റ് കൊണ്ടാണ് നിറയുന്നത്. ടോട്ടൽ 56 മിനിറ്റ് കൊണ്ടാണ് നിറയുന്നത്. സിമ്പിളായിട്ട് നമ്മൾ ഒരു 1 മിനിറ്റ് ടൈം എടുക്കുന്നു. 1 മിനിറ്റ് ടൈം എടുത്തു കഴിഞ്ഞാൽ എത്ര വെള്ളമായിരിക്കും ഫില്ല് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്കറിയാം 2 മിനിറ്റ് കൊണ്ട് ടാങ്ക് ഫുൾ ആവുന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് എത്രയായിരിക്കും? 1/2. 5 മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് ഫിൽ ആവുന്നതെന്ന് വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് എത്രയായിരിക്കും? 1/5. ഇവിടെ നമുക്ക് എക്സ് മിനിറ്റ്സ് കൊണ്ടാണ് ടാങ്ക് ഫിൽ ആവുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ എത്ര വെള്ളമായിരിക്കും നിറയുക? 1/x. 1 മിനിറ്റിൽ എത്ര വെള്ളമാണ് നിറയുന്നത്? 1/x. 1 മിനിറ്റിൽ എത്ര വെള്ളം പുറത്ത് പോകുന്നുണ്ട്? 1/x+1. ശ്രദ്ധിക്കുക, 1/x നിറയുന്നുണ്ട്, 1/x+1 പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി എത്ര വെള്ളം അതിലുണ്ടാവുള്ളൂ? നിറയുന്ന വെള്ളത്തിൽ നിന്ന് പുറത്ത് പോകുന്ന വെള്ളം മൈനസ് ചെയ്യും. 1/x മൈനസ് 1/x+1. 1/x മൈനസ് 1/x+1. ഇതിൽ ഏതാണ് വലുത്? 1/x ആണോ 1/x+1 ആണോ വലുത്? കുറച്ച് പേരെങ്കിലും പറയും 1/x+1 ആണ് വലുതെന്ന്. ആക്ച്വലി 1/x+1 അല്ല വലുത്. നമുക്കറിയാം ഇതിപ്പോൾ ഒരു 5ഓ 6ഓ എന്തെങ്കിലും ഒരു വില കൊടുത്ത് നോക്കാം. 1/5 ആണോ 1/6 ആണോ വലുത്? 1/5 ആണ് വലുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിറയാനെടുക്കുന്ന വെള്ളം, 1 മിനിറ്റിൽ നിറയുന്ന വെള്ളമാണ് 1/x. ആ 1 മിനിറ്റിൽ പുറത്ത് പോകുന്ന വെള്ളമാണ് 1/x+1. ടോട്ടൽ 1 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ടാങ്കിൽ എത്ര വെള്ളം അവശേഷിക്കും? 1 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ടാങ്കിൽ എത്ര വെള്ളം അവശേഷിക്കും? അതിനുള്ള ക്ലൂ ആണ് ടാങ്ക് നിറയാനെടുക്കുന്ന സമയം 56 മിനിറ്റ് ആണ്. അതുകൊണ്ട് 1 മിനിറ്റ് കഴിഞ്ഞാൽ ടാങ്കിൽ എത്ര വെള്ളമാണ് ഉണ്ടാവുക? 1/56. 1/56. ഇത്രയും എത്തിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ആൻസറിലേക്ക് എളുപ്പത്താൻ പറ്റും. ഇത്രയും എത്തിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് ശീലമുള്ള ആളാണെങ്കിൽ അയാൾക്ക് എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം ഇനി എന്താ ചെയ്യുക? ക്രോസ് ചെയ്യാണ്. x+1 minus x divided by x square plus x. x square plus x equals 1/56. x cancel ആവുന്നു. 1/x square plus x equals 1/56. 1/x square plus x equals 1/56. നമ്മൾ വീണ്ടും ഇവിടെ ക്രോസ് ചെയ്യും. ഇവിടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ആൻസർ എന്താണ് വരിക? x square plus x equals 56. x square plus x equals 56. അഥവാ x square plus x minus 56 equals 0. x square plus x minus 56 equals 0. ഇവിടെ നമുക്ക് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ച് സോൾവ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ മറ്റൊരു രീതിയിലും കൂടെ സോൾവ് ചെയ്യാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ചും സോൾവ് ചെയ്യാം, അല്ലാതെ മറ്റൊരു രീതിയിലും സോൾവ് ചെയ്യാം. അത് ഞാൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ച് സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. മൈനസ് ബി എന്ന് പറഞ്ഞാൽ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണ്, മൈനസ് 4 ഇൻറ്റു a1 ആണ്. സി ശ്രദ്ധിക്കുക, -56 ആണ്. സി -56 ആണ്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 4 ഇൻറ്റു 56 224 ആണ്. 224 ആണ്. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. അതുകൊണ്ട് 1 പ്ലസ് 224 ഡിവൈഡഡ് ബൈ 2. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 225 ഡിവൈഡഡ് ബൈ 2 കിട്ടും. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 225 എത്രയാണ്? 15 ആണ്. 15 ഡിവൈഡഡ് ബൈ 2. സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം -1 പ്ലസ് 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14/2. 14/2 അല്ലെങ്കിൽ -16/2. സമയമായതുകൊണ്ട് നമുക്ക് മൈനസ് വേണ്ട. 14/2 അഥവാ എത്ര മിനിറ്റ് ആണ്? 7 മിനിറ്റ്. എത്ര മിനിറ്റ് ആണ് കിട്ടുന്നത്? 7 മിനിറ്റ്. അപ്പോൾ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം 7 മിനിറ്റും ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം 7+1
8 മിനിറ്റും ആയിരിക്കും. ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം 7 മിനിറ്റും ഡ്രെയിൻ ചെയ്യാൻ എടുക്കുന്ന സമയം 8 മിനിറ്റും ആയിരിക്കും. ഇപ്പം നമ്മൾ ചെയ്തത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന മെത്തേഡ് വെച്ചാണ് ചെയ്തത്. ഇതേ ക്വസ്റ്റ്യൻ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹാഫിൻ്റെ സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ വരും. അല്ലാതെ ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56 ഈക്വൽസ് 0. ശ്രദ്ധിക്കാം, ഞാൻ വേറെ കണക്ക് പറയുകയാണ്. എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4, എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4. ഇത് ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3x മൈനസ് 12, അഥവാ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 12. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 12. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3യും -4ഉം ആണ്. നമുക്ക് നമ്പർ കിട്ടുന്നത് 3യും -4ഉം ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് ഇവിടെ വരിക -12. 3 × -4 -12. ഇത് ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറോ 3യും -4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -1. 3യും -4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -1. അഥവാ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ ax² പ്ലസ് bx പ്ലസ് c എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടിയാൽ അതിൽ b എന്ന് പറയുന്നത് 2 നമ്പർ ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറും c എന്ന് പറയുന്നത് തന്നിരിക്കുന്ന 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പറും ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് -56 സമ്മ് 1 ആണ്. പ്രൊഡക്റ്റ് -56 സമ്മ് 1 ആണ്. അപ്പോൾ ഒരു നമ്പർ എന്തായാലും മൈനസ് ആണ്. 56 കിട്ടുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്പേഴ്സ് കിട്ടും. 7ഉം 8ഉം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് +1 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് -7 8 അത് ചെയ്യുക എങ്ങനെയാണ്? x - 7 ഇൻറ്റു എക്സ് പ്ലസ് 8 ഈക്വൽസ് 0. x - 7 ഇൻറ്റു എക്സ് പ്ലസ് 8 ഈക്വൽസ് 0. x - 7 0 ആവണമെങ്കിൽ x എത്രയാവണം? x ഈക്വൽസ് 7 ആണ്. x ഈക്വൽസ് 7 ആവണം. x പ്ലസ് 8 ഈക്വൽസ് 0 ആവണമെങ്കിൽ x ഈക്വൽസ് -8 ആവണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമയം നമ്മൾ എടുക്കുക എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണ്. അതുകൊണ്ട് x ഈക്വൽസ് 7 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ കഴിഞ്ഞ മോഡൽ എക്സാമിനൊന്നും കാണാത്തൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഓൾറെഡി സ്കൂളുകളിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഗാർഡൻ അല്ലെങ്കിൽ സമചതുരാകൃതിയിലുള്ള ഒരു മൈതാനം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തരും. ഇതിന് ചുറ്റും നമ്മളൊരു 2 മീറ്റർ വീതിയിൽ ഒരു നടപ്പാത കെട്ടുന്നു. ഓക്കെ, നമ്മളവിടെ ഒരു 2 മീറ്ററിൽ ഒരു ഫെൻസ് കെട്ടുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ഫുട്പാത്ത് ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയ ഇത്രയാണ്, ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ചെറിയ സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിക്കുക. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ഈ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ സോൾവ് ഔട്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിലൊന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ സാധനങ്ങൾ കൂടി ഒന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ നമ്മളിപ്പോൾ വേർഡ് പ്രോബ്ലംസ് ആയിട്ടുള്ള 2 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ വളരെ നന്നായിട്ട് പഠിക്കാം. പിന്നീട് ഇതിൽ സമാന്തര ശ്രേണിയും രണ്ടാകൃതി സമവാക്യവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷനും ക്വാഡ്രാറ്റിക് ഇക്വേഷനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള പ്രോബ്ലംസ് വരും. ആ പ്രോബ്ലംസും നല്ല രീതിയിൽ ചെയ്യാം. അത് ഈ പറയുന്ന പോലെ ആയിരിക്കും. ഹൗ മെനി ടേംസ് ഓഫ് ദി AP? ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറയാം. How many terms of the AP? 6, 9, 12, etc. 6, 9, 12, etc. will give a sum of 195. Will give a sum of 195. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് APയും ക്വാഡ്രാറ്റിക് ഇക്വേഷനും കൂടെ മിക്സ് ചെയ്തിട്ട്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും കൂടെ മിക്സ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സമ്മ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾജിബ്രിക് ഫോം ആണ്. ഇതിൻ്റെ ആൾജിബ്രിക് ഫോം എത്രയാണ്? f 3 ആണ്, dയും 3 ആണ്. അപ്പോൾ f 6 ആണ്, d 3 ആണ്. അപ്പോൾ 3n പ്ലസ് 3 ആണ് ഇതിൻ്റെ ആൾജിബ്രിക് ഫോം വരിക. അപ്പോൾ ഇക്വേഷൻ എന്താവും? n/2 ഇൻറ്റു 6 പ്ലസ് 3n പ്ലസ് 3 ഈക്വൽസ് 195. അഥവാ n/2 ഇൻറ്റു 3n പ്ലസ് 9 ഈക്വൽസ് 195. n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 3n² പ്ലസ് 9n ഈക്വൽസ് 195 ഇൻറ്റു 2. ഈ 2 നേരെ ഇപ്പുറത്തേക്ക് പോയതാണ്. 3n² പ്ലസ് 9n ഈക്വൽസ് 195 ഇൻറ്റു 2. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ
ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾ എങ്ങനെയാണോ സോൾവ് ചെയ്യുന്നത് ആ മെത്തേഡ് വെച്ചിട്ട് തന്നെ ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യനും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഒരു എ പിയിലെ സമ്മ് എന്ന് പറയുന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങളത് മനസ്സിലാക്കുക. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ വൃത്തിക്കിരുന്ന് പഠിക്കാം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് വേർഡ് പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. ടൈം വർക്ക് എന്നുള്ള രീതിയിൽ കുറച്ച് പ്രോബ്ലംസ് വരാറുണ്ട്. ഒരാൾ ഇത്ര വർക്ക് ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. കൂടുതലായിട്ട് വരാറുള്ളത് ഡിസ്റ്റൻസ് പ്രോബ്ലം അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ പൈപ്പിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ വൃത്തിക്ക് പഠിക്കാം. അപ്പോൾ ഈ ചാപ്റ്റർ നല്ല ഉഷാറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. റൂട്ടിനുള്ളിൽ നമ്മൾ വരുന്ന ക്വസ്റ്റ്യൻസ് b² - 4ac എന്നുള്ള ക്വസ്റ്റ്യൻ, അതിൻ്റെ മുകളിലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും സമയം പോകാറുള്ളത്. ആ സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും.